ശ്രീപത്മനാഭ നാരായണ പത്മ വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. അതായത് വ്യാസായ ആരാണോ വികസിപ്പിക്കുന്നത്, ആരാണോ ഈ ഗ്രന്ഥങ്ങളെ, ഈ അമൂല്യങ്ങളായ ഈ രത്നങ്ങളെ, ഈ ജ്ഞാനത്തിന്റെ ഒഴുക്കിനെ ക്രോഡീകരിക്കുന്നത്, ഒരുമിച്ച് എഴുതി ചേർക്കുന്നത് അദ്ദേഹം. അതാരാണോ അത് വിഷ്ണു രൂപം തന്നെയാണ്. വ്യാസായ വിഷ്ണുരൂപായ, സർവവ്യാപിയും സകലതിലും അടങ്ങിയ നാരായണനായ മഹാവിഷ്ണുവിന്റെ പ്രകടമായ രൂപം തന്നെയാണ് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. അതായത് വ്യാസനും വിഷ്ണുവും വേറെ വേറെ അല്ല. വ്യാസൻ എന്നത് വിഷ്ണുരൂപം തന്നെയാണ്. വ്യാസരൂപായ വിഷ്ണവേ, വ്യാസന്റെ രൂപത്തിൽ ഇപ്പോൾ ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നതും വിഷ്ണു തന്നെയാണ്. വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. നമോ വൈ ബ്രഹ്മനിധയേ. ആരാണ് ബ്രഹ്മനിധി? ഇവിടെ ഈ വ്യാസാചാര്യന്റെ ബ്രഹ്മനിധിയെ കുറിച്ചും പറയുന്നു. എന്നാൽ ആ വസിഷ്ഠൻ എന്ന ആ ദേവർഷിയുടെ ബ്രഹ്മനിഷ്ഠയെക്കുറിച്ചും ചേർത്താണ് ഇവിടെ പറയുന്നത്. കാരണം ലീനിയേജ് പറഞ്ഞു കഴിഞ്ഞു മുൻപ്. ആ വ്യാസാചാര്യൻ എന്താണ് ലീനിയേജ് വ്യാസാചാര്യന്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ വസിഷ്ഠന്റെ ബ്രഹ്മനിധി എന്താണ്? ഇവിടെ വസിഷ്ഠൻ എന്നല്ല, വാസിഷ്ഠായ. വസിഷ്ഠായ അല്ല. അപ്പോ വസിഷ്ഠായ എന്നായിരുന്നെങ്കിൽ ഇവിടെ അർത്ഥം വേറെ ആയെന്നെ. അപ്പോൾ ഇവിടെ വാസിഷ്ഠായ നമോ നമഃ. അതാണ് മുൻപ് യോഗ വാസിഷ്ഠം എന്ന് പറയുന്നത്. വസിഷ്ഠന്റെ ബ്രഹ്മനിധയായവനെ. ആരാണ്? വ്യാസാചാര്യരെ. അപ്പൊ വീണ്ടും കൃഷ്ണദ്വൈപായന വ്യാസാചാര്യരെ കുറിച്ചും വ്യാസൻ എന്ന ആ തികഞ്ഞ ബ്രഹ്മനിധിയായ തപോനിധിയായ അകൽമഷനായ ആ വ്യാസാചാര്യരെ കുറിച്ചും ചേർത്താണ് പറയുന്നത്. കാരണം വസിഷ്ഠൻ എന്ന ആ കുലഗുരുവിന്റെ ലീനിയേജ്, അതായത് തലമുറ, പിൻതലമുറക്കാരനാണ് വ്യാസാചാര്യൻ എന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കണം. കാരണം ഇത് വെറും ഒരു ജപം എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഈ ജപത്തിന്റെ ശക്തി, ഈ ജപത്തിന്റെ മൂല്യം, ആഴം എന്നുള്ളത് ഇത്രയും തലമുറകളുടെ തപോബലവും ജ്ഞാനബലവും എല്ലാം ചേർന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വരികൾ ഇവിടെ മനസ്സാല ജപിക്കുമ്പോൾ ഇവരുടെ എല്ലാം അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരും. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിക്കും. കാരണം എന്തെന്നാൽ ഇവരുടെ എല്ലാം തലമുറകളാണിത്. ഈ തലമുറകളെ തൊട്ടാണ് ഓരോ വാക്കുകളും നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി പറയുന്നത് വ്യാസൻ എന്നത് വിഷ്ണു രൂപം തന്നെയാണ്. വിഷ്ണു രൂപമായ വ്യാസൻ തന്നെയാണ് ഇത് രചിച്ചത്. ആരാണ്? വാസിഷ്ഠന്റെ ബ്രഹ്മനിധി. വസിഷ്ഠ ഗുരുവിന്റെ ബ്രഹ്മനിധിയായവനെ. ബ്രഹ്മം എന്നാൽ സകലതും അറിഞ്ഞതും അറിയാത്തതുമായ പരബ്രഹ്മം. ആ ബ്രഹ്മത്തിന്റെ നിധി രൂപം ആരാണ് ഇവിടെ? വ്യാസാചാര്യൻ, വേദവ്യാസ ഋഷി. അപ്പോൾ വീണ്ടും ആ വ്യാസമഹാദേവൻ എടുത്ത് പറയാൻ കാരണമെന്നാൽ മഹാദേവൻ ഗുരുവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ദക്ഷിണാമൂർത്തിയായ. അപ്പോൾ ഇവിടെ വ്യാസാചാര്യനും ഗുരുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വേദവ്യാസൻ എന്ന ഈ മഹാഗുരു. അതാണ് വരികൾ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ശാന്തി ശാന്തി ശാന്തി.
ശ്രീപത്മനാഭസ്വാമിയെ നാരായണ ശരണം. പത്മ.